സീര മൂവിക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സീര റെഡിയാക്കാം. സീരക്ക് ഇടാനുള്ള ഡ്രസ്സ് സീര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ കൈ തണുപ്പായതുകൊണ്ട് ഇന്നലെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാണ്ട് കൊച്ചിനോട് കൊണ്ടുപോകാൻ പറ്റൂല. പാൻറ് എവിടെ? അതല്ല, ഇതാണ് ഇന്ന് സിറ്റിയുടെ ഡ്രസ്സ്. ഇട്ട് കൊടുക്കാം. ചുമ വരുന്നു. എനിക്ക് കണ്ണുപോയി. യെസ്, സീര റെഡി. ഒരു സോക്സ് കൂടി ഇട്. വാ, നല്ല തണുപ്പായതുകൊണ്ട് ഒരു സോക്സ് കൂടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി കാലിൽ വന്ന് കിടപ്പുണ്ട്, ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. ജീര റെഡിയായി. ബൈ. അപ്പോൾ ജീര റെഡിയാക്കി, ഞാൻ റെഡിയായിട്ട്. അപ്പോൾ ശരിക്കിട്ട് കൊടുത്ത പോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഓൾറെഡി ഡ്രസ്സ് ഉണ്ട്. നല്ല തണുപ്പാണ്. നമുക്ക് മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇടുക, ലിപ് ബാം, ലിപ്സ്റ്റിക്. ഒന്ന് തണുപ്പ്, രണ്ട് രാത്രി ആരും കാണില്ല. തലയിൽ ക്യാപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാവും. സത്യം പറഞ്ഞാൽ ഏത് മൂവിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ കൂടെ ഉള്ളവർ മൂവിക്ക് പോകുമ്പോൾ ചോദിച്ചു, അവർ ടിക്കറ്റ് എടുത്തു. അവർക്ക് പറഞ്ഞൂടെ ആ സിനിമ. പിന്നെ കാശ് കൊടുക്കണ്ടല്ലോ, പോവാ കാണുക പറയാം. നല്ല തണുപ്പായിട്ട് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു. ശരിക്കും ഒരു 40-45 വയസ്സായ ആൻറ്റിമാരുടെ പോലെയുണ്ട്. നല്ലോണം ഭാര്യയുടെ കുറച്ച് കഴിയുമ്പോഴും ഭയങ്കര ഒരു ഡ്രൈനെസ് ആയപ്പോൾ. ടൈമായി 7 മണിക്ക് മൂവി. 6:30. ഇവിടെ നിന്ന് അവിടെ പോകുമ്പോൾ തന്നെ അവന് ലിപ് ബാം കുറച്ച് മതി, ഒത്തിരി ഇട്ട് തന്നെ ഇങ്ങനെയൊക്കെ തന്നെ. ഇവിടെയൊക്കെ മറിച്ചാൽ കണ്ടോ, തണുപ്പെന്ന് പറഞ്ഞതിന് ഒരു ഉദാഹരണമാണ്. എൻ്റെ വായ കൂടി ഇപ്പം നിങ്ങൾ കണ്ട പോകാം. വീടിനകത്ത് ഇങ്ങനെയാണെങ്കിൽ പുറത്ത് നിന്നാണ് നാലിക്കാനാണ്. തല ചെയ്യുക. ഉച്ചയ്ക്ക് കുളിച്ചതുകൊണ്ട് വലിയ നിനക്ക് പരിപാടി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഉണങ്ങിയിട്ടില്ല. എനിക്കെന്നാ ഒറ്റ കാര്യം ചീകിയിട്ടില്ല. കുളിക്കുന്നതിന് മുമ്പ് ചീകിട്ടാ പോയിക്കുന്നത്. എന്നാലും കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കണ്ടോ മുറി പോയത്. എല്ലാം മുറി വെച്ചിട്ടുണ്ട്. എന്തായാലും തൊട്ട് വെക്കും. അപ്പം എന്നെ കെട്ടി വെച്ചില്ലെങ്കിൽ സാരമില്ല. ഇങ്ങനെ കാര്യം ജാക്കറ്റ് കൂടി എടുക്കണം. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ജാക്കറ്റിൻ്റെ ആവശ്യമില്ല, അത് ഹീറ്റർ ഉള്ളതുകൊണ്ട് ചൂടെടുക്കും. ഇത് തന്നെ മതിയാം. അപ്പോൾ ഓക്കെ, തല ചീക്കി കഴിഞ്ഞ് മിനിറ്റ് ലിപ്സ്റ്റിക് ഇട്ടാൽ ഒരു കോപ്പം മാറില്ല. ഇപ്പം എന്നെ കെട്ടി വന്നിട്ട് വിളിക്കും, മാമി മാമി റെഡിയാലേ, റെഡിയോ, എത്ര നേരമായി, സമയമായി. ഇത്രയ്ക്കിട്ടങ്ങ് മേന പറഞ്ഞില്ല. എന്നെ കൊണ്ട് തന്നെയല്ലേ. ആരെയാണ് കണ്ണൂടെയാണ്. ഈ കണ്ണിൽ എഴുതിയിട്ടൊരു കാര്യമില്ല. വരയ്ക്കുന്ന ഇവിടെയാണെങ്കിൽ കണ്ണ് ഫുള്ളാവും. ശരിക്കും യക്ഷ പോലെയുണ്ട്. ഒരു ആടിൻ്റെ കണ്ണെന്നൊക്കെ പറയുമ്പോൾ എന്നെ പണ്ട് സ്കൂളിൽ മൂങ്ങിന്ന് വിളിക്കുമായിരുന്നു. എൻ്റെ കണ്ണ് കണ്ടിട്ട് അതിപ്പോഴും ഞാൻ ഓർക്കുന്നു. റിഷാന്ത്, അവൻ എന്നെ എപ്പോഴും മൂങ്ങി കണ്ണ് കണ്ടിട്ട് എന്നെ മൂങ്ങിന്ന് വിളിക്കാറ്. കുഞ്ഞു കണ്ണു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് തൊപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കമ്മലൊന്നും ഇല്ല, തൊപ്പി വയ്ക്കുമ്പോഴത്തേക്ക് കുത്തും. ഇങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സെറ്റ്. ഞാൻ പറയില്ല, ഒന്നും കാണാനൊന്നും പോലില്ല.
കണ്ണുവിൻ്റെ കണ്ണുണ്ട്, അവിടെ കണ്ണുണ്ട് എന്നറിയിക്കാൻ വേണ്ടി കരി വരച്ചു മാത്രം കണ്ടോ. ഇപ്പോൾ വരച്ചാലോ അപ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒന്നും അല്ലെങ്കിലും വരച്ചിരിക്കുന്നു കണ്ടില്ല സ്കിന്നൊക്കെ. ക്യാമറ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് വൃത്തിക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിനേക്കാളും വൃത്തിയാണ് നമുക്ക് നേരിട്ട് കാണാൻ. ലിപ്സ്റ്റിക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ റെഡിയായി. അയ്യോ, ഞാനൊരു കാര്യം പറഞ്ഞു. അതിൽ എനിക്ക് സിനിമ കാണാൻ പറ്റൂല. എവിടെയാണ് എവിടെ മീഡിയ അത് കാണാനില്ല. ഇനി അതിനെ അവിടെ പോയി തപ്പിട്ട് വരാം. എൻ്റെ കുട്ടനില്ലാതെ എനിക്കൊന്നും കാണാൻ പറ്റൂല. ഇതില്ലാതെ ഞാൻ എന്ത് പാടുപെട്ട. ഇതാണ് മൂവി. എന്ത് മൂവിൻ്റെ ട്രെയിലർ പോലും കാണാണ്ടാണ് ഞാൻ വന്നത്. ഫൈനലി മൂവിക്ക് ഹോളിലെത്തി മൂവി തുടങ്ങാൻ പോകുന്നത്. മുമ്പത്തെ ഞാൻ ആർമിയുടെ സിനിമ കാണാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടാണെന്ന് തോന്നുന്നു. അല്ലാത്തൊരു വിഷമം മരിച്ചു കൊണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നു. സെൽഫി എടുക്കാതെ പറഞ്ഞു, സെൽഫി എടുക്കാൻ പറഞ്ഞു, വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായിട്ടായിരുന്നു. എൻ്റെ മൂവി കഴിച്ചു.